ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകനായ ശ്രീ മുരുകേശനുമായി അർജുൻ ദാസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ മുരുകേശൻ എന്ന മാതൃകാ കർഷകൻ്റെ സമീപത്താണ്. അദ്ദേഹം 29 വർഷക്കാലം സൈനികനായി സേവനം അനുഷ്ഠിച്ച ഒരു സൈനികനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം ജി. എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു? എനിക്കൊരു 10ാം ക്ലാസ് പഠിക്കുന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൃഷിയായിരുന്നു. കൃഷി സമയത്ത് ഞാൻ അവർ കൂടെ ഈ ലീവ് സമയത്ത് 2 മാസം ലീവ് വരും. ആ സമയത്ത് അവർ കൂടെ പോയിട്ട് ഞാൻ ഏലത്തിന് മണ്ണിടാനും തേയിലയുടെ പിന്നെ കുരുമുളക് പണി, എങ്ങനെ കൃഷി ചെയ്യുന്നത്, പിന്നെ എങ്ങനെ വളം എടുക്കുന്നത്, വളം ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാം ഞാൻ അവർ കൂടെ ചെറുപ്പത്തിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ പിന്നെ ഞാൻ 17 വയസ്സിൽ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം ലീവിന് വന്ന സമയത്ത് അപ്പം തന്നെ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ഥലം കുറേ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചു. കൃഷിയുടെ സ്ഥലം മേടിച്ചിട്ട് മൊത്തം വെറും ഭൂമിയായിരുന്നു. കാട് മേടിച്ചിട്ട് മൊത്തം എല്ലാം തെളിച്ച് JCB വെച്ച് തെളിച്ചു വൃത്തിയാക്കി കുഴിയെടുത്തു. മൊത്തം ഒരു 1000 മൂട് ഏലം വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തേയില ഉണ്ടായിരുന്നു. നല്ല തേയിലേക്ക് നല്ല വൃത്തിയാക്കി തേയിലയും വെച്ചു. ഇപ്പം എല്ലാം 3.5 ഏക്കർ എനിക്ക് മൊത്തം നല്ല കൃഷിയായിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെള്ളം വെച്ച് ഞാൻ വലിയൊരു കിണർ കുഴിച്ചിട്ട് വെള്ളം തികയാതെ വന്നപ്പോൾ ഏലത്തിനൊക്കെ പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഒരു ബോർവെള്ളം അടിച്ചു. പിന്നെ എല്ലാ ഏലത്തിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടാങ്ക് വെച്ചിട്ട് ഞാൻ വെള്ളത്തിന് എല്ലാം മാർഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുരുമുളക്, പിന്നെ ബാക്കി ചെറിയ പച്ചക്കറി, വാഴ, ഇതുപോലെ എല്ലാ കൃഷിയും ഞാൻ എൻ്റെ ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക് കൃഷിയാണ്. പിന്നെ ഞാൻ ജോലിക്ക് വന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ പണിയാണ് എനിക്ക്. അപ്പോൾ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ കൃഷിയോട് വളരെ താല്പര്യമായിട്ട് കൃഷി തുടങ്ങിയ ആളാണല്ലേ? ഞാൻ ചെറുപ്പം തൊട്ട് കൃഷിയോട്ട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യും. അതെനിക്ക് ഇനി വിടാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഇഷ്ടമാണ്. പാഷൻ പോലെയാണ് എനിക്ക്. സ്ഥലം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ മുറ്റത്തും ഞാൻ ഇഷ്ടംപോലെ പച്ചക്കറി ഇട്ടിട്ടുണ്ട്. വീട്ടിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ 2-3 സ്ഥലത്ത് ഞാൻ പച്ചക്കറിക്ക് വേണ്ടി സെപ്പറേറ്റ് സ്ഥലം മേടിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും എനിക്ക് എനിക്ക് ഒരു കാലം ഞാൻ വിഷമില്ലാതെ പച്ചക്കറി നമ്മൾ കഴിക്കാം. നമ്മൾ വെളിയിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന പച്ചക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊള്ളാത്ത സാധനമാണ്. നമ്മളെല്ലാം നമ്മുടെ ഫസ്റ്റ് നമ്മൾ നല്ല ഫുഡ് കഴിക്കാം. സെക്കൻഡ് നമ്മൾ ഹെൽത്തി നന്നായിട്ടിരിക്കാം ശരീരം. അതാണ് പ്ലസ് പോയിന്റ്. അതായത് നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ പോയി നടക്കാനോ ബാഡ്മിൻ്റൺ കളിക്കാനോ വോളിബോൾ കളിക്കാനോ രാവിലെ പോയിട്ട് പറമ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ കൊള്ളും. പിന്നെ ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. മെയിൻലി അതാണ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചല്ലേ? വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. എന്ത് ഫുഡ് കഴിച്ചാൽ ഡൈജഷൻ ആയി പോകും. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ശുദ്ധമായ പച്ചക്കറി കഴിക്കാൻ. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ മേടിക്കുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും പച്ചക്കറി, നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്, ഒരു പച്ചക്കറി മേടിച്ച് നിങ്ങൾ ഒരു ഫ്രൂട്ട് മേടിച്ച് നിങ്ങൾ വീട്ടിൽ വെച്ച് ഒരു പേരക്ക മേടിച്ച് നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് ഫ്രിഡ്ജിനകത്തോ അതിൽ വെളി വെക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ മാറും. അതെന്ന് പറഞ്ഞാൽ പോയിസൺ അതിൻ്റെ അകത്ത് വരുന്നത്. പോയിസൺ. അപ്പോൾ ആ പോയിസൺ നമ്മൾ കഴുകിയെടുത്താലും എന്ത് ചെയ്താലും മഞ്ഞളിട്ടോ ഉപ്പിട്ട് കഴിയാലും ആ പോയിസൺ മാറത്തില്ല. അത് ഇഞ്ചക്ഷൻ അടിച്ച് കയറുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി നന്മകളുണ്ട്. നമ്മൾ പോയിസൺ ഇല്ലാതെ നല്ല ഫുഡ് നമ്മൾ കഴിക്കാം. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ഇത് ചെയ്താൽ നമ്മുടെ ആരോഗ്യമായിട്ടിരിക്കാം. കേരളത്തിൽ മാക്സിമം നന്നായിട്ടിരിക്കാം. രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാം. ഇപ്പം എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ഈ ഭക്ഷണശീലത്തിലുണ്ടായ മെയിൻ നമ്മൾ ഭക്ഷണശീലങ്ങളെ നമ്മൾ കഴിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറമ്പിലെ ഈ പേരയ്ക്ക, ചക്ക, മാങ്ങ ഇതുപോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ വെളിയിൽ പോയിട്ട് പശു മേടിച്ചിട്ട് ചക്കയും മാങ്ങ ഇതുപോലെയൊക്കെ കഴിക്കും. ഇപ്പം നമ്മൾ കഴിക്കുന്ന പറഞ്ഞാൽ വീട്ടിലോ ഒരു ചക്കയോ മാങ്ങയോ ഒരു മരം പോലും വീട്ടിലില്ല. അപ്പോൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മളെല്ലാം കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത്.
കടയിൽ നിന്ന് മേടിച്ചപ്പോൾ നമുക്ക് ഈ ഇതുപോലെ അസുഖം എന്ന് പറഞ്ഞാൽ വലിയ അസുഖം ഉണ്ടാകുന്നത് അറിയാമല്ലോ നമ്മൾ. പിന്നെ അതിന് ഓപ്പണായിട്ട് ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം മെഡിസിൻ അടിച്ച് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃഷി മാക്സിമം നമ്മൾ ചെയ്ത് നമ്മുടെ സ്ഥലത്തിരുന്ന് 10 സെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 10 സെൻറ്റിൽ നമ്മൾ ഒരു മാസം നല്ല വരുമാനം എടുക്കാം. അതുപോലെ ചെയ്യാൻ നോക്കണം. പച്ചക്കറി ഏതൊക്കെ പച്ചക്കറി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പച്ചക്കറി എനിക്ക് കുറച്ച് ഇത് വെണ്ടയ്ക്ക, പിന്നെ ഈ മുളക്, പിന്നെ ഈ വാഴ, ഇതുപോലെ പച്ചക്കറി ചെയ്യുന്നുണ്ട്. വാഴ ഏതൊക്കെയാണ് ചെയ്യുന്നുണ്ട്? വാഴ ഏത്തവാഴ ഉണ്ട്, പിന്നെ സുന്ദരി വാഴ എന്നൊരു സാധനം അതുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അത് പുറത്ത് കൊടുക്കുന്നുണ്ടോ? അതുപോലെ നമ്മൾ കൊടുക്കും. നമ്മൾ മാക്സിമം വേറെ ഒരു ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും കൊടുക്കില്ല. അതിനകത്ത് ചാണകപ്പൊടിയും ഇടും, പിന്നെ മണ്ണ് നന്നായിട്ട് ചെയ്യും. അതാ ചെയ്യത്തുള്ളൂ മാക്സിമം. അങ്ങനെ അതിനകത്ത് മാക്സിമം ചെയ്തില്ല. പിന്നെ ഏലത്തിനൊക്കെ നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഏലത്തിനകത്ത് ഈ ചപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഞാൻ കൂടുതൽ മെഡിസിൻ ഒന്നും അടിക്കത്തില്ല ഗ്രോത്തിന് വേണ്ടിയിട്ട്. നേച്ചുറലായിട്ട് ഗ്രോത്തേ ഞാൻ കൊടുക്കത്തുള്ളൂ, നേച്ചുറലായിട്ട്. അപ്പോൾ എനിക്ക് ആവറേജ് എനിക്ക് കിട്ടും. നമ്മളിങ്ങനെ പെട്ടെന്ന് പൊങ്ങത്തില്ല, പെട്ടെന്ന് താഴത്തില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വെയിൽ സമയത്ത് വെള്ളം അടിച്ചാൽ എൻ്റെ ഏലമൊക്കെ ഉണങ്ങി പോകത്തില്ല. ശരി. ഈ കഴിഞ്ഞ 2024 വേനൽ ഭയങ്കര ഇച്ചിരി കട്ടി കൂടി വേനലായിരുന്നു. ആ സമയത്ത് നമുക്ക് എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രശ്നമുണ്ട്. ആ സമയത്ത് ഞാൻ ജോലിയിലായിരുന്നു. ആ സമയത്ത് എനിക്ക് കിണറ്റിൽ വെള്ളം പറ്റിപ്പോയപ്പോൾ ഏലമൊക്കെ എനിക്ക് മൊത്തമായിട്ട് അടിക്കാൻ പറ്റാതെ പോയി എനിക്ക്. അപ്പോൾ എനിക്ക് ഏലമൊക്കെ മൊത്തം നഷ്ടമായിപ്പോയി. എനിക്ക് ഏലമൊക്കെ മൊത്തം ഉണങ്ങിപ്പോയി. അത് പിന്നെ റീപ്ലാന്റ് ചെയ്തായിരുന്നു ഞാൻ. റീപ്ലാന്റ് ചെയ്തു. ഏത് ഇനം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ നല്ലതാണ് ചെയ്തിരിക്കുന്നത്. നല്ലതാണ്. ഏലം നടുന്ന രീതി എങ്ങനെയാണ്? അതിൻ്റെ ഏലം നടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏലം നോക്കുന്ന പറഞ്ഞാൽ ഏലം കുഴി എന്ന് പറഞ്ഞാൽ വീതി 2 അടി, താഴ്ച 2 അടി കുഴി എടുക്കണം. അത് കുഴി എടുത്തിട്ട് അതിനകത്ത് മൊത്തം നമ്മൾ നല്ല കല്ല് മണ്ണൊക്കെ എല്ലാം നല്ലതായിട്ട് മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ ചാണകപ്പൊടി, പിന്നെ അതിനകത്ത് ചില കുമ്മായിട്ട് അതിൻ്റെ അകത്ത് കുഴി എടുത്തിട്ട് കുമ്മായിട്ട് വയ്ക്കണം 2 ദിവസം 3 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏലത്തൈ ചിമ്പുണ്ട്, നല്ല ചിമ്പ് ഇണമായിട്ട് നമ്മൾ പറമ്പ്, ഞാനൊക്കെ വെളിയിൽ നിന്ന് മേടിക്കത്തില്ല. എൻ്റെ പറമ്പിരിക്കുന്ന ചിമ്പ് എടുത്തിട്ട് ഒരു 4-5 ചിമ്പ് എടുത്തിട്ട് അതിനകത്ത് ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ നല്ല മണ്ണ് ഇട്ടിട്ട് കുഴിച്ച് അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പ് മുകളിൽ ഈ കരിയില്ലെന്ന് പറയും അതിനകത്ത് ഇങ്ങനെ ചുറ്റി വച്ചിടും. പിന്നെ ഒരു കമ്പ് കുത്തിയിട്ട് കയറ് കെട്ടിയിടും. പിന്നെ അതിന് അടുത്ത വളപ്രയോഗം അങ്ങനെ എന്തെങ്കിലും? അടുത്ത വളം എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് 2 മാസം നല്ല മഴ സമയത്തേ ചെയ്യത്തുള്ളൂ. വെള്ളമുള്ളവരെപ്പോഴും ചെയ്യാം. പിന്നെ മഴ സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചില മെഡിസിനൊക്കെ ഉണ്ട് അത് ചിമ്പ് പിടിക്കാൻ വേണ്ടി. ആ മെഡിസിൻ നമ്മൾ അടിച്ചു വിടുമ്പോൾ ഗ്രോത്ത് പെട്ടെന്ന് ചിമ്പടിക്കും. ചിമ്പെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ ചരം ഒന്നും നോക്കല്ലേ. ചിമ്പായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏലത്തിന് ഏലത്തിന് ചിമ്പടിച്ച് പക്ഷെ കയറണം. കയറി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദായം കിട്ടും. പക്ഷെ നമ്മൾ ഏലം നന്നായിട്ട് ഉണ്ടാക്കണം. ആദായം തന്നെ ഉണ്ടായിക്കോളും. ആദായം പിന്നെ അത് ചിമ്പടിച്ച് കഴിഞ്ഞിട്ട് ചാണകപ്പൊടി ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് കരയിലിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചിമ്പടിക്കാൻ വേണ്ടി മരുന്നൊക്കെ ഉണ്ട്. അത് മേടിച്ച് നമ്മൾ അടിക്കണം. അടിച്ച് കഴിഞ്ഞിട്ട് ചിമ്പടിച്ച് കഴിഞ്ഞിട്ട് 1 വർഷത്തിൽ നമ്മൾ കായ എടുക്കാം. 1 വർഷത്തിൽ കായ എടുക്കാൻ പറ്റും. 1 വർഷം ആകുമ്പോൾ ഏകദേശം എത്ര ചിമ്പ് കാണും? 1 വർഷം ആകുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ ചിമ്പ് എങ്ങനെ ഒരു 20, 30, 40 ചിമ്പാകും. ഇപ്പം ചേട്ടൻ്റെ തോട്ടത്തിൽ പണിയാനൊക്കെ തൊഴിലാളികളെ കിട്ടാനുണ്ടോ? തൊഴിലാളികൾ ഭയങ്കര കിട്ടാൻ പാടാണ്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए, फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। കുരുമുളക് കൃഷിയുണ്ട്? കുരുമുളക് കൃഷിയുണ്ട്. കുരുമുളക് കൃഷി എനിക്ക് ഉണ്ട്. കുരുമുളക് കൃഷി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് നമുക്ക് കൃഷിഭവനിൽ തയ്യൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്നില്ല, അതൊക്കെ മേടിച്ച് ഞാൻ വാഴയോ കുരുമുളക് ഇതുപോലെ ഈ ഫ്രൂട്ട്സ് ചെടികളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ എല്ലാം പഴം വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഇപ്പോൾ ഏതൊക്കെ ചെയ്യുന്നത്? ഫ്രൂട്ട്സ് അവഗാഡാന്ന് സാധനം അത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കായ്ക്കാറായോ? ഇല്ല, ഇപ്പോൾ കായ്ക്കാറില്ല. കഴിഞ്ഞ വർഷം വേനലാകുമ്പോൾ എനിക്ക് മൊത്തം പോയി. വേനലാകുമ്പോൾ എല്ലാ ഫ്രൂട്ട്സ് ഇഷ്ടംപോലെ വെച്ചായിരുന്നു. വേനലാകുമ്പോൾ എനിക്ക് ഒത്തിരി ലോസായിപ്പോയി.
റോസാപ്പ് ഏലവും പോയി, എല്ലാം പോയി. തേയിലയും ഉണങ്ങിപ്പോയി, ഏലം പോയി, എനിക്ക് ഫ്രൂട്ട്സും പോയി. തേയില കൃഷി ചെയ്യുന്നുണ്ടല്ലേ? തേയില കൃഷിയുണ്ട്. തേയില കൃഷി 2-2.5 ഏക്കർ തേയില കൃഷിയും ചെയ്യുന്നുണ്ട്. തേയില കൃഷിയിൽ നമ്മൾ ലാഭമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കൃഷി വിടാൻ പാടില്ല, അതാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. തേയില കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? തേയില കൃഷി ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ ചെയ്യാനുള്ളത് കറക്റ്റ് സമയത്ത് കൊളുந்து വിടണം. കൊളുந்து വിട്ടെന്ന് പറഞ്ഞാൽ മുകളിലിരിക്കുന്ന തേയില നന്നായിട്ട് വെട്ടണം. സമയത്തിന് നമുക്ക് നന്നായിട്ട് തേയില നോക്കിയാൽ നമ്മൾ ഒരു 20 ദിവസത്തിൽ നമ്മൾ കൊളുந்து മുകളിലത് കിട്ടും. വെട്ടുന്ന സമയത്ത് വെട്ടി കഴിഞ്ഞിട്ട് നല്ല മരുന്ന് ഗ്രോത്ത് കൊടുക്കാൻ വേണ്ടി മരുന്ന് അടിച്ചു വിടണം. ഓർഗാനിക് അടിച്ചു വിടാം, ഇംഗ്ലീഷ് മരുന്ന് ഏത് വേണം അടിച്ചു വിടാം. ഒത്തിരി പോയിസണായ മരുന്നൊന്നും അടിക്കല്ലേ. അടിച്ചാൽ പിന്നെ തേയില പെട്ടെന്ന് ഉണ്ടാവും, പിന്നെ ഉണങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ സാധാരണപ്പെട്ട മരുന്ന് അടിക്കുക. പിന്നെ എന്തു പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഈ കളയൊക്കെ, തേയിലയുടെ ഇടയ്ക്കൊക്കെ കളയൊക്കെ ഉണ്ട്. ആ എല്ലാവരും കളം മരുന്ന് അടിക്കുന്നത്. കളം മരുന്ന് അടിക്കാൻ പാടില്ല. അടിച്ചെന്ന് പറഞ്ഞാൽ തേയിലയുടെ വേരൊക്കെ പോവും. അതിന് നമ്മൾ മാക്സിമം ഈ കട്ടർ നമ്മൾ ഈ കൃഷിഭവനിലൊക്കെ കിട്ടും. ആ കട്ടർ മേടിച്ചിട്ട് തേയിലയുടെ ഇടയ്ക്ക് ചെറിയതായി കെട്ടി വിടണം. ഇല്ല കത്തി കൊണ്ട് വെട്ടിവിടുന്നത് നല്ലത്. മാക്സിമം മരുന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനെന്തെങ്കിലും വളപ്രയോഗങ്ങളൊക്കെ? വളപ്രയോഗം വർഷത്തെ ഒരു തവണ ഇടും. ഞാൻ കൂടുതൽ കാലത്തിന് തേയിലക്കൊന്നും ഇടത്തില്ല. അപ്പോൾ ആവറേജ് എനിക്ക് ഉള്ളത് കിട്ടുന്നുണ്ട്. യൂറിയ, പൊട്ടാഷ് ഇടും, വേറെ ഒന്നുമില്ല. അത് വേറെ കട്ടിയായ വളമൊന്നും ഇടത്തില്ല. തേയിലയ്ക്ക് പിന്നെ വേനൽ പ്രശ്നമുണ്ടോ? വേനൽ പ്രശ്നമുണ്ട്. വേനൽ സമയത്ത് ഉണങ്ങിപ്പോവും. ആ സമയത്ത് അതിനകത്ത് വെള്ളം ഇങ്ങനെ നമ്മൾ കണക്ടർ കൊടുത്ത് വെള്ളം അടിക്കണം. അടിച്ചാലെല്ലാം ഉണങ്ങിപ്പോയാൽ പിന്നെ പ്രശ്നം. അത് വേറ് പോയാൽ പിന്നെ ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഇലകൾ ഉണ്ടാകാനായിട്ട് വെയിലടിക്കുകയും ചെയ്യണം. വെയിലടിക്കുകയും ചെയ്യണം. ചൂട് കൂടിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നം. അത് അടിയിൽ ഈ പാറയൊക്കെ ഉള്ള സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഏലമൊക്കെ പോകും, തേയിലയൊക്കെ പോകും. തേയില എന്തുകൊണ്ടെങ്കിലും പോകും. നമ്മൾ സമയത്തിന് എന്തൊക്കെ നമ്മുടെ ഈ ഏരിയ പാറയുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. പാറയുണ്ട് ഇവിടെ, പാമ്പനാർ, ഈ കല്ലാർ, ഈ ഭാഗത്തൊക്കെ പാറയുള്ള സ്ഥലമാണ്. രാവിലെ കൂടെ തണുപ്പ്. രാവിലെ 6 മണിക്ക് പോയ ആ സമയത്ത് നമുക്ക് തണുപ്പ് നന്നായിട്ടുണ്ട്. 6 മണി തൊട്ട് 8 മണി വരെ. അത് കിട്ടും ഗുണം കിട്ടും. ഏലത്തിന് കിട്ടും, തേയിലയ്ക്കും കിട്ടും. ഈ മഞ്ഞ് പോലെ വീഴത്തില്ല. അത് തേയിലയ്ക്ക് നല്ലതാണ്. ആ സമയത്ത് നമ്മൾ ഈ യൂറിയ, പൊട്ടാസൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ഏലത്തിന്, തേയിലയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. ഈ മഞ്ഞ് കിട്ടുന്ന തേയിലയ്ക്ക് നല്ല. പക്ഷെ ആ ഒരു അസുഖം പിടിക്കും തേയിലയ്ക്ക്. ആ സമയത്ത് ഒരു മഞ്ഞ കളറിൽ, മഞ്ഞല്ല, ഒരു റെഡ് കളറിലെ ഒരു അസുഖം ഉണ്ടായി തേയിലയ്ക്ക്. ആ സമയത്ത് അത് അടിച്ചു വിട്ടേക്കണം. ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആ തേയില നാശമായി പോകും. കൂടുതൽ മഞ്ഞായി കഴിഞ്ഞിട്ട് അത് പിന്നെ സ്പ്രെഡ് ആയി പോകുന്ന ഇല ചുരുണ്ട് പോകും. അത് ചെയ്ത് വിടണം. അപ്പോൾ ഈ കൊളുന്ത് എടുക്കാനൊക്കെ ആൾക്കാരെ കിട്ടുന്ന ആൾക്കാരെ ഞാൻ ഇവിടുത്തെ ഉള്ളവരെല്ലാം ഞാൻ ചെയ്യുന്ന മാക്സിമം ബംഗാളിലില്ല, ലോക്കൽ തന്നെ പിടിച്ചെല്ലാം ലോക്കൽ കിട്ടും. പെർമനന്റ് ആൾക്കാർ മെഷീൻ വെച്ച് മെഷീൻ വെച്ച കൈ കൊണ്ട് മെഷീനുണ്ട്, അതുകൊണ്ട് വെട്ടുന്നത്. അതുകൊണ്ട് എടുക്കുന്നത്. അപ്പം സാധാരണ കൈ കൊണ്ട് എടുക്കുന്നതും ഈ മെഷീൻ വെച്ച് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. കൈ കൊണ്ട് എടുക്കുമ്പോൾ അതിപ്പോൾ ആ കൈയെടുപ്പോൾ ഇല്ല, ആരും വരത്തില്ല. എല്ലാവരും മെഷീൻ വെച്ചാൽ എടുക്കുന്നത്. മെഷീൻ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഗ്രോത്ത് നന്നായിട്ട് ചിലപ്പോൾ ലേറ്റ് ആവും. എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവരൊക്കെ പെർമനന്റുകാരുണ്ട്, അവർ വെട്ടിയാൽ നന്നായിട്ട് കിട്ടും. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് നന്നായിട്ട് കിട്ടും. ഇല വിട്ട് ഈ തേയില എന്ന് പറഞ്ഞാൽ ഇല വിട്ടെടുക്കണം. ഓരോ ക്ലൈമറ്റും ഓരോന്നുണ്ട്. വെയിൽ സീസണിൽ എങ്ങനെ വെട്ടണം, മഴ സമയത്ത് എങ്ങനെ വെട്ടണം, ഓരോ സമയത്ത് നമ്മൾ വെയിൽ സീസണിൽ ഇല വിട്ടിട്ട് കൊളുന്ന് വെട്ടണം. അപ്പം അരുമ്പ് ഇലയുണ്ട്, അപ്പോൾ വെട്ടുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊളുന്ന് നന്നായിട്ട് കിട്ടും. സാധാരണ നമുക്ക് ഓരോ 20 ദിവസം കൂടുമ്പോഴും വിളവെടുക്കാൻ പറ്റും അല്ലേ? 20 ദിവസം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കിട്ടത്തില്ല. ഒരു 25 ദിവസം 30 ദിവസം കിട്ടും അല്ലേ? ആവറേജ് ഒരു മാസത്തിന്. ഒരു മാസം അപ്പോൾ ഒരു വർഷം ഒരു 12 വിളവെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. വേനൽ സമയത്ത് ഒരു 3 മാസം ഒന്നും കിട്ടത്തില്ല. ആ ഒരു 3 മാസം കുറവായിരിക്കും. 3 മാസം 4 മാസം ഒന്നും കിട്ടത്തില്ല. ആ സമയത്ത് നമുക്ക് തേയിലയിൽ കൊളുന്ന് വെട്ടുമ്പോൾ തേയില ഉണങ്ങിപ്പോകും. ഞങ്ങൾ വെട്ടത്തില്ല ആ സമയത്ത്. കവാത്തൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ. കവാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തേയില ഒത്തിരി നമുക്ക് ഗ്രോത്ത് കുറയുന്ന സമയത്ത് കവാത്ത് നമ്മൾ മെഷീൻ കൊണ്ട് വെട്ടാം. പണ്ടെന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് വെട്ടുന്നത്. ഇപ്പം മെഷീൻ കൊണ്ട് അത് വെട്ടി മൊത്തം ക്ലീൻ ചെയ്യും. എത്ര വർഷം കൂടുമ്പോഴാണ് സാറിന് ചെയ്യുന്നത്? അത് നമുക്കറിയാം. തേയിലയിൽ നമുക്ക് ഗ്രോത്ത് 20 വർഷം 25 വർഷം കഴിഞ്ഞിട്ട് വെട്ടിച്ചിട്ടുന്നത് കവാത്ത് ചെയ്യുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ, എൻ്റെ വൈഫുണ്ട്, എൻ്റെ മോളുണ്ട്, എൻ്റെ മോനുണ്ട്. എൻ്റെ മൂത്ത മോള് ഇപ്പം MBBS പഠിക്കുന്നത്, പാലക്കാട്ടിലാണ് പഠിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് എൻ്റെ മോന്, അവന് ഇപ്പം IIT കോച്ചിങ്ങിന് പാലയിലാണ് പഠിക്കുന്നത്. രണ്ടുപേരും പഠിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ, എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. വൈഫ് കൃഷിയിലോട്ട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോകില്ല. ഞങ്ങൾ കൃഷിക്ക് പോകും. കൃഷിക്ക് പോയിട്ട് രണ്ടുപേരും പറമ്പിൽ പിന്നെ ആൾക്കാർ വെച്ച് എല്ലാ പണിയും ചെയ്യും. ഞങ്ങളും ചെയ്യും, അവരും ചെയ്യും. മാക്സിമം ഞങ്ങൾ ചെയ്യും. ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വെളിയാളെ വിളിച്ച് ചെയ്യും. നമുക്ക് കൃഷിയോട് ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന
ആ ആദായം നൽകുന്ന നല്ലൊരു മേഖല തന്നെയാണല്ലേ? ആകെ നല്ലത്. ഒരു കാലം നമുക്കുണ്ടല്ലേ, നമ്മളൊരു ഓഫീസിൽ ജോലിക്ക് പോയോ, ഞാൻ മിലിറ്ററിയിലൊക്കെ ജോലി എവിടെ പോയാലും നമ്മൾ അണ്ടർ കമാൻഡ് ജോലി ചെയ്യണം. നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ നേരത്തെ പോയിട്ട് ഒരു 10 മണി വരെ ചെയ്താൽ മതി. നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അനുസരിച്ച് നമുക്ക് നമ്മൾ ജോലി ചെയ്യാൻ പറ്റും. സ്വതന്ത്രമായിട്ട് നമ്മൾ ജോലി ചെയ്യാം. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അണ്ടർ ചെയ്യണം, പേടിച്ച് ചെയ്യണം. അപ്പം നമ്മുടെ പറമ്പിൽ ജോലി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചെയ്യാം. നമുക്ക് ലാഭം കിട്ടിയാലും ഓക്കെ, നഷ്ടം വന്നാലും നമ്മൾ നഷ്ടം വന്നാൽ അത് സഹിക്കാനുള്ളൊരു മനക്കരുത്തും കൂടെ ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ ചെയ്ത കൃഷി വിളവുണ്ടായി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. കാലം ഉണ്ടല്ലോ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്ന നമുക്ക് നഷ്ടം വരത്തില്ല. അതെ. നമ്മളെല്ലാം ആളെ വെച്ച് ചെയ്യുമ്പോൾ നഷ്ടം വരും. നമ്മളും ചെയ്യണം. അതെ. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കൃഷി കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് നമുക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇത്രയും ദൂരം ഉണ്ടായത് കൃഷി, ഞങ്ങളുടെ അച്ഛനമ്മയെ ഞങ്ങൾ 4 പേരെ പഠിപ്പിച്ചത് എല്ലാം ചെയ്ത് കൃഷി തൊട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാലം കൃഷി കുറ്റം പറയത്തില്ല. കൃഷി നല്ലതാണ്, പക്ഷേ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. ഇല്ല, നന്നായിട്ട് ചെയ്ത് കൊണ്ടുപോയി നന്നായിട്ട് നടക്കും. ഇത്രയും നേരം കിസാൻ വാണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻ വാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ കല്ലാർ പ്രദേശത്തെ കർഷകനായ ശ്രീ മുരുകേശനുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മൂല്യവർദ്ധനം പഴങ്ങളിൽ ഒരു ലഘു പ്രഭാഷണം ഇനി കേൾക്കാം. പോഷകസമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ്. മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു. അർബുദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ്, കരോട്ടിനോയിഡുകൾ, മറ്റു വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു. ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു. അതിനാൽ വിളവെടുപ്പാനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത്. ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ്. ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴസംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർധനവ്, മാറിവരുന്ന ജീവിതശൈലി, ആരോഗ്യം, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു. പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ്, ശീതളപാനീയങ്ങൾ, ജാം, ജെല്ലി, പ്രിസർവ്, മാർമലേഡ് മിഠായികൾ, ഗ്ലേസ്ഡ് മിഠായികൾ, നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ. പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പുളവാക്കുന്ന പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ്. ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ്, സിറപ്പ്, കോർഡിയൽ, ക്രഷ്, റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ്. സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷകഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ്. കുറഞ്ഞത് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 40% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1% അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത്. സിറപ്പ് 25% പഴച്ചാറ് അഥവാ പൾപ്പ്, 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 1.5% വരെ അമ്ലത്വവും അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ്. കോർഡിയൽ പഴച്ചാറിൽ നിന്നും പൾപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോർഡിയൽ. ഇവയിൽ കുറഞ്ഞത് 25% പഴച്ചാർ, 30% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും
5% അമ്ലത്വം എന്നിവയും അടങ്ങിയിരിക്കുന്നു. റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് 10% പൾപ്പ് അഥവാ പഴച്ചാറ്, 10% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിനു മുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ്. ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പൾപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ജാം. ഏതെങ്കിലും പ്രത്യേക പഴത്തിൻ്റെ പൾപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ്. മിശ്രിതം 65-68 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ 45% കുറയാതെ പഴവും 65% കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു. ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക, ചക്ക എന്നിവ പോലെ പെക്റ്റിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ്. പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെക്റ്റിൻ അടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധഖര ഉൽപ്പന്നമാണ് ജെല്ലി. പഴത്തിൻ്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും 65% മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും 45% പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം. പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ്. പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ്. പ്രിസർവിൻ്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാർമലേഡ് ഓറഞ്ച്, നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ്. ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രെഡ്സായി ചേർക്കുന്നു. ഇത് മാർമലേഡിൻ്റെ സവിശേഷതയാണ്. പഴത്തിൻ്റെ പെക്റ്റിൻ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിൻ്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു. മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം. സാധാരണയായി 1:1 അനുപാതത്തിൽ പഴത്തിൻ്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത്. ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം 65% മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു. പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട്. മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി. ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത. ഇതിനായി പഞ്ചസാര ലായനിയിൽ 70 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചുവെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി. തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്ക് പുറമെ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ. തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവെച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിനെ ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും. ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. നിർജ്ജലീകരിച്ച പഴങ്ങൾ പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ. ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ. വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം, ഘടന, രുചി, പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു. മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത്. അച്ചാർ വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, മസാലകൾ എന്നിവ പഴക്കഷണങ്ങളുമായി ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ. ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിശപ്പുളവാക്കുകയും ചെയ്യുന്നതിനു പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. വീഞ്ഞ് പഴക്കഷ്ണങ്ങൾ പഞ്ചസാരയും ഈസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് വീഞ്ഞ്.
മുന്തിരി, ആപ്പിൾ, പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞിന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. ഫ്രൂട്ട് റോളുകൾ, ചട്നികൾ എന്നിങ്ങനെ മറ്റനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ്. പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസർവ്, ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ്. നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. കാർഷിക അറിവുകൾ, ശ്രീ മുരുകേശനുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.